ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസി ചിക്കൻ ചട്ടിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചിക്കൻ കറി റെസിപ്പി ഒരേപോലെ ട്രൈ ചെയ്യുന്നവർക്ക് ഡിഫറെൻ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കനിലോട്ട് നമ്മളൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കുക. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 വെള്ളിയുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, 4 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർത്താതെ അരച്ചെടുക്കാൻ. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനിലോട്ട് ഈ മിക്സ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മളെ ചട്ടിക്കറി വെക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് ബ്ലെൻഡായി വന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കന് നന്നായി വെള്ളം ഊറിക്കോളും. വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, പക്ഷെ നമുക്ക് കുറച്ച് ഗ്രേവി അധികം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നന്നായി തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, ചിക്കന് നന്നായി വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു, ബിക്കോസ് എനിക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. പുട്ടിനായിരുന്നു ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കറി വേണ്ടതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പുട്ടിലേക്കും അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.